ഇത് പിന്നെ പത്മപ്രിയയുടെ ഒരു സുഹൃത്തിന് എന്തോ ചോദിക്കാനുണ്ട്. സുഹൃത്ത് ഫ്രണ്ട്. ഓക്കെ, അറിയാം, മനസ്സിലായി. പ്രിയ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ റെസ്റ്റ്ലെസ് ആവും. അപ്പം ഷീ ഹാസ് ടു ലേൺ ന്യൂ തിങ്സ് ആൻഡ് ഡു ന്യൂ തിങ്സ് കോൺസ്റ്റൻ്റ്ലി. അതാണ് ഫിലിംസ് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ പല കോഴ്സസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് കുറേ ആലോചിച്ചിട്ടും ഐ എം നോട്ട് ഏബിൾ ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഡസ് പ്രിയ റിയലി മാനേജ് to do so many different things so perfectly within the limited time that she has. She had a great career. She was academically very successful, brilliant dancer and very good actress and very humble as well. So I really want to ask Priya, how does she manage to do all of these things within the limited time that she has? What we call it in corporate language, multitasking. Multitasking. Yeah. പ്രണയം ആണ് ഉത്തരം ഇതിൻ്റെ. ആണോ? പിന്നെ എനിക്ക് ജീവിതത്തിലുള്ള പ്രണയവും ഞാൻ ചെയ്യുന്ന സംഭവങ്ങളോടുള്ള പ്രണയവും പിന്നെ ജീവിതത്തിലുള്ള കഴിവും ഈ മൾട്ടി ടാസ്കിങ്ങിന് സഹായിക്കുന്ന പ്രണയമാണ്. തീർച്ചയായിട്ടും. വിശ്വാസമില്ലേ അവർക്ക്? വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾക്കുണ്ടോ? ഇവരൊക്കെ അല്ലെങ്കിൽ നാളെ പ്രണയമാക്കിയിട്ട് ആവും, അവസാനം അത് കച്ചറയാവും. എനിക്ക് ചെറുപ്പത്തിലെ തന്നെ പ്രണയം ഉണ്ടായിരുന്നു. പത്മപ്രിയ can afford that. Okay, take it on. Why not? Why can't I? When I was, I'm not. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അല്ലേ പത്മപ്രിയ? ഞാൻ ചെറുപ്പത്തിൽ തന്നെ I was always into multitasking. പത്മപ്രിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഒരു പക്ഷേ ഈ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് എന്നുള്ള സാധനം ഇപ്പോൾ നമ്മളൊക്കെ ഈ പറഞ്ഞ പ്രൊഫഷണൽ കോർപ്പറേറ്റ് സെക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. ദാറ്റ്സ് എ സ്കിൽ വിച്ച് വി നീഡ് ടു ഇംബൈബ് സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഒരു തിരക്ക് പിടിച്ച ഒരു അഭിനേത്രിക്ക് മൾട്ടി ടാസ്കിങ് ഒരുപാട് സിനിമയുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമോ? ഇപ്പം യു വെന്റ് ടു US ഫോർ യുവർ സ്റ്റഡീസ്, സ്വാഭാവികമായിട്ട് എത്രയോ നല്ല ഓഫറുകൾ പോയിട്ടുണ്ട്. സോ വാട്ട്? ഒരു വിഷമവുമില്ല. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ സമയത്ത് വേറെ വേറെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ ബ്രേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. I was not contributing anything new to my acting career. Now I feel I can. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ആ ബ്രേക്ക് എടുത്തുകൊണ്ട് ഒരു ഉന്മേഷം കിട്ടി. തീർച്ചയായിട്ടും.